ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മാങ്ങയൊക്കെ ധാരാളമായി കിട്ടുന്ന ഈ മാങ്ങ സീസണിൽ മാങ്ങ കൊണ്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മാസങ്ങളോളം കേടാവാതെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുമായ കിഡ്ലൻ ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ചനച്ച് തുടങ്ങിയ, അതായത് കുറച്ചൊക്കെ മധുരം വെച്ച് തുടങ്ങിയ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും എടുക്കാട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഒട്ടും പഴുക്കാത്ത പച്ചമാങ്ങ കൊണ്ടും നമുക്ക് ഈ റെസിപ്പി ചെയ്യാട്ടോ. പക്ഷേ അതിന് വേറൊരു കളറും ടേസ്റ്റും ആയിരിക്കും ഉണ്ടാവുക. 10 മാങ്ങയാണ് ഞാനിവിടെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ പീസ് എല്ലാം കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മാങ്ങ വേവിക്കാനായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. നമുക്കിതൊരു കുഴഞ്ഞ പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ചെറുതായി മുറിച്ചെടുത്ത് മാങ്ങ കുക്കറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലിൽ തന്നെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ആരുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ആരും നാരും ഒന്നുമില്ലാത്ത നല്ല ഫ്ലഷ് ആയിട്ടുള്ള മാങ്ങയാണെങ്കിൽ നമുക്കത് അരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ കുക്ക് ചെയ്യാം. നാരൊക്കെ മാറ്റി അരിച്ചെടുത്ത മാംഗോ പൾപ്പ് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള ചീനച്ചട്ടിയോ ഉരുളിയോ എടുത്താൽ മതി. കട്ടി കുറഞ്ഞ പാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കും. ചനച്ച മാങ്ങ ആയതുകൊണ്ട് നമ്മുടെ മാംഗോ പൾപ്പിന് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാര പൊടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിത് കേക്ക് ഉണ്ടാക്കാനായിട്ട് പൊടിച്ച് വെച്ചതാണ്. അത് ബാക്കി വന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല മധുരവും എരിവും ഒക്കെയുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മാംഗോ പൾപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം വഴറ്റിയപ്പോഴേക്കും നമ്മുടെ മാംഗോ പൾപ്പ് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചൊന്ന് മറിച്ച് കൊടുത്താൽ ഈ പൊട്ടിത്തെറിക്കുന്നത് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാതിരിക്കും. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം കൂടി വഴറ്റുമ്പോഴേക്കും ഇതിലെ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിക്കിട്ടും. നമ്മുടെ മാംഗോ പൾപ്പ് പാകത്തിന് റെഡി ആയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സ്പാറ്റില കൊണ്ട് അതിൻ്റെ നടുവിലൂടെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ 2 സൈഡിലേക്കും പോകുന്ന മാംഗോ പൾപ്പ് വളരെ പതുക്കെയാണ് കൂടി ചേരുന്നതെങ്കിൽ നമ്മുടെ പൾപ്പ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് അവിടെ ഇരുന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലുള്ള പരന്ന 2-3 പ്ലേറ്റുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെടുത്താലും മതി. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചേക്കുന്ന മാംഗോ പൾപ്പ് കുറച്ച് വീതം ഇട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അധികം അങ്ങോട്ട് തിക്കായി പോവാണ്ട് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണേ. ഞാനിവിടെ 3 പാത്രങ്ങളിലായിട്ട് നമ്മുടെ മാംഗോ പൾപ്പ് നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പം നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് 2 ദിവസം കൊണ്ട് നമ്മുടെ മാംഗോ പൾപ്പ് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റാം. നമ്മൾ ഈ പാത്രത്തിൽ ഓയിൽ തടവിയത് കൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന മാമ്പഴ തെര പോലുള്ള ഒരു ഐറ്റമാണിത്. എന്നാൽ നല്ല പുളിപ്പും മധുരവും എരിവും ഒക്കെ ഉള്ള ഇതിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണുള്ളത്. ചെറുതായി മുറിച്ചതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്കിത് കേടാവാതെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ റെസിപ്പി മറക്കാതെ ഒന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.